ഈ സർക്കാരിന്റെ തുടർച്ചയ്ക്ക് ഈ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വീകാര്യത എന്നിവ മാത്രമായിരിക്കില്ല ഘടകം. അത് മാത്രമായിരിക്കരുത് ഘടകമെന്ന് സർക്കാർ തന്നെയും കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും അവസാന കാലത്ത് സർക്കാർ വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിലടക്കം സ്വീകരിച്ച നിലപാട്, മുസ്ലിം സംഘടനകളെ പേര് ചൂണ്ടി ആക്രമിച്ചുകൊണ്ട് സർക്കാർ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു പോളറൈസേഷൻ അത് വർക്ക് ചെയ്തില്ലേ? അത് വർക്ക് ചെയ്യാനുള്ള സാധ്യതയെ നാം എന്തുകൊണ്ട് നിരാകരിക്കണം? അത് വർക്ക് ചെയ്താൽ അത് വിജയത്തിലേക്കുള്ള വഴി തുറന്നു തരുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ സർക്കാർ ഒരു പൊന്നുകൊണ്ട് പുളിശ്ശേരി വിളമ്പിയ സർക്കാർ എന്ന നിലയ്ക്ക് ആവർത്തിക്കപ്പെടുമെന്നതിന്റെ സാധ്യതയേക്കാൾ ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന സമവാക്യത്തിലെ കളികൾ ഈ സർക്കാരിന്റെ തുടർച്ചയ്ക്ക് ഒരുപക്ഷെ വഴി ഒരുക്കിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലത്തെ സർവേ ഫലങ്ങൾ എടുക്കൂ. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഭരണം പൂർത്തിയാക്കിയ ഒരു സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരമുണ്ടെങ്കിൽ നോക്കൂ, ഇന്നലത്തെ എല്ലാ സർവേയും എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ശരാശരി 75-76 സീറ്റ് വേണം ഭരിക്കാൻ. മാക്സിമത്തിൽ പോയാൽ 75 എത്താൻ കഴിയുന്ന ശരാശരിയാണ് പൊതുവായി നമുക്ക് കാണാൻ കഴിയുക. അത്ര ഉണ്ടാക്കിയാൽ മതിയോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ ഒരു പ്രതിപക്ഷത്തിന് 3 മാസം കഴിഞ്ഞ് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് കിട്ടിയാൽ മതിയോ? പോരാ. അപ്പൊ ജനം അവരുടെ കലിയെല്ലാം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുത്തി അങ്ങ് തീർത്തു. അതിനുശേഷം വീണ്ടും അജണ്ട റീസെറ്റ് ചെയ്യാൻ സർക്കാരിന് പറ്റിയെന്നല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 76-75 ശരാശരി. പിന്നെ ഇന്നലെ വന്ന വോട്ടറിന്റെ ഫലം പരിശോധിക്കുക. പലയിടത്തും നാരോ എഡ്ജിലാണ് UDF വിജയിക്കാൻ പോകുന്നത്. നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെയെല്ലാം ഏത് നിലയ്ക്കുമുള്ള മാറ്റത്തിന്റെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. പിന്നെ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം എടുത്തു മാറ്റി വെച്ചിട്ട് ഓരോ വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അശാസ്ത്രീയ പ്രശ്നവും അതിനകത്തുണ്ട്. അപ്പം ഞാൻ കാണുന്ന ഒരു സംഗതി, അതായത് 10 വർഷത്തിന് ശേഷവും സർക്കാരിനെതിരെ ഇത്ര വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് ഇത്ര വലിയ ഏകീകരണം ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടും 75 പരിസരത്ത് മാത്രമേ സീറ്റ് ഒപ്പിക്കാൻ കഴിയുന്നുള്ളൂവെങ്കിൽ ടുഡേയ്സ് ചാണക്യ പോലെ ആക്യുറസിയുടെ കാര്യത്തിൽ പേരുകേട്ട ഒരു ഏജൻസി വന്നിട്ട് ഇവിടെ ഒരു തൂക്കുസഭയുടെ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുക. UDFന് സമ്പൂർണ്ണമായും സന്തോഷിക്കാം. 4-ാം തീയതി നേരം പുലരുന്നതുവരെ ഒരു ആധിയുമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും എന്ന നില പോയിരിക്കുന്നു. ഇന്നത്തെയും തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് നല്ല ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവരുടെ മുമ്പിലില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ സർവേ ഫലം പരിശോധിക്കുമ്പോൾ UDF തോറ്റുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ഒരു നാരോ എഡ്ജിൽ, ചെറിയ വ്യത്യാസത്തിൽ പിണറായി വിജയൻ വന്ന കാരണം എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പം നമ്മൾ പറയുമല്ലോ, പിണറായി വിജയന്റെ പടം വലിയ തോതിൽ എക്സിബിറ്റ് ചെയ്തത് കൊണ്ട് പിണറായി വിരുദ്ധ വികാരം ആകമാനം പ്രവർത്തിച്ചു. അതുമാത്രമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഘടകം, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. അത് വലിയ തോതിലുള്ള വിക്ടറി ആർക്കുണ്ടാക്കി കൊടുക്കും? UDFനുണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവായി, മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കാണുകയാണ്. പിണറായി വിജയന് 33% ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ അപ്പുറത്തെ എല്ലാവരുടെയും കൂടെ കൂട്ടിയാലും പ്രത്യേകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുന്നു വിചാരിച്ചെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് കൂടി കാണുക. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനകത്തുള്ളത്, ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വരും. കാരണം ഇടതുപക്ഷം തകർന്നുപോയ സമയങ്ങളിൽ പോലും, വിജയിച്ച സമയങ്ങളിലും എത്ര വോട്ട് ശതമാനമാണ് അവർ നേടിയത്? ഒരു 3 മുതൽ 4% വരെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. കോൺഗ്രസിൻ്റെത് തദ്ദേശത്തിൽ എത്ര പിടിച്ചോ അവിടെ നിന്ന് 2% താഴെ കൂടും എന്ന് മാത്രവുമല്ല, സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിൽ വന്നിട്ടുള്ള ഈ പ്രവചനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ പ്രവചനങ്ങൾ പലപ്പോഴും മിക്കപ്പോഴും സംഭവിച്ചിട്ടുള്ളത് പ്രവചിച്ച ഫലത്തേക്കാൾ കുറവായിരിക്കും UDF അല്ലെങ്കിൽ കോൺഗ്രസ് അച്ചീവ് ചെയ്തിട്ടുള്ള നമ്പർ. പ്രവചിച്ച ഫലത്തേക്കാൾ കൂടുതലായിരിക്കും CPIM അല്ലെങ്കിൽ ലെഫ്റ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് നമുക്ക് സമീപകാലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിലെ റിസ്ക് എലമെന്റ് ഇപ്പോഴും കൂടുതൽ കോൺഗ്രസിനും UDFനും ആണെന്ന് ഞാൻ പറയുന്നു. ഇപ്പോഴും പൂർണ്ണമായ ആത്മവിശ്വാസം UDFന് നൽകാൻ കഴിയുന്ന നില ഇപ്പോഴില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണം, എൻ്റെ പോയിന്റ് ഇതാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ തുടർന്നേക്കാം എന്ന പോയിന്റ് വെച്ചാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്.